ഹലോ ഗായ്സ്, അപ്പോൾ ഇത് ഞാൻ എങ്ങോട്ടാന്ന് ചോദിച്ചെങ്കിൽ എൻ്റെ ഫ്രണ്ട് എനിക്ക് റീൽ അയച്ചു കേട്ടോ. അതൊരു ഫുഡിൻ്റെ ആണ്. നമ്മൾ നാട്ടിൽ നിന്ന് അറിഞ്ഞിട്ടാകുമ്പോൾ ഈ ഒന്ന് നോക്കിയിട്ട് ഗായ്സ് അങ്ങടങ്ങ് കീഞ്ഞു, അതായത് ഇറങ്ങി. അത് കണ്ടപ്പം തന്നെ ഒടുക്കത്ത കൊതിയും വന്നിട്ട ഗായ്സ്, ഒന്നും പറയാനില്ല. അത് കാണുമ്പോൾ തന്നെ മനുഷ്യ എന്ന് പറയണ്ട, നമ്മളിങ്ങനെ കഴിക്കാൻ തോന്നിങ്ങൊന്ന് കണ്ടു നോക്കിയേ. നമ്മുടെ കാസർഗോഡ് സമുദ്ര സദ്യയിൽ പേര് കേട്ട ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. 230 രൂപയുണ്ടെങ്കിൽ ഒരാൾക്ക് പലതരം മീനും കൂട്ടി ഒരു സദ്യ കഴിക്കാം. നല്ല ചോറും മീനും. കണ്ടില്ല ഗൈസ്, ഇത് കാണുമ്പോൾ ആർക്കായാലും ഒരു കൊതി വരില്ല. അതും നമ്മളടുത്ത് നിന്നായിട്ടാകുമ്പോൾ പിന്നെ നമ്മ ഒന്നും നോക്കില്ല, നമ്മ അറിയില്ല. ഞാൻ എങ്ങനെയാണ്, എൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ആയാലും, ഒരു മഴ ആയാലും വെയിലായാലും ഞാൻ പോയിരിക്കും ഗൈസ്. എനിക്ക് അങ്ങനെയാണ്. എന്താണ്, ഒറ്റ ലൈഫേ ഉള്ളൂ. നമ്മ ഇങ്ങനെ നാളേക്ക് മാറ്റി വെച്ചിട്ട് കാര്യമില്ല. എന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അത് കഴിച്ച് തീർക്കണം, അത്ര തന്നെ. അപ്പം ഗൈസ്, നമ്മൾ ഈ സ്ഥലം എത്തിയിട്ടാണ്. പിന്നെ ഒന്ന് നമ്മൾ ഇന്നത്തെ ഇതാണ് ഒരു മൂടിയായിരുന്നു കേട്ടോ. എന്താണെങ്കിൽ മഴ പെയ്യുന്നു അങ്ങനെ കേട്ടോ. പിന്നെ ഇത് എവിടെയാണ് ഈ സ്ഥലം വരുന്നത് വെച്ചെങ്കിൽ, സത്യം പറഞ്ഞാൽ ഗൈസ് നമുക്കറിയില്ല ഇതെവിടെ സ്ഥലം. ഒന്ന് മാത്രം അറിയാം, നമ്മുടെ കാഞ്ഞങ്ങാട് പഠനക്കാടിന് കുറച്ച് മുമ്പിലാണെന്ന് മാത്രം അറിയാം കേട്ടോ. വേറെ എന്തും എനിക്കറിയില്ല ഗൈസ്. ഞാനിവിടെ കുറേ കൊല്ലമായി, പക്ഷെ എനിക്കങ്ങനെ വയ്യൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ വണ്ടി ഒരു സൈഡിലേക്കാക്കി നമ്മൾ സ്ഥലത്തേക്ക് നടന്നിട്ടാ. പിന്നെ ഗൈസ്, ഈ ഒരു റീൽ കിട്ടാൻ ലേറ്റായിപ്പോയി ഗൈസ്. അതായത് ടൈം കുറച്ച് ലേറ്റായിപ്പോയി. നമ്മൾ കുറച്ച് എന്താ പറയുക, കുറച്ച് വൈകിട്ടാണ് പോയത്. എന്താ പറയുക, ഫുഡെല്ലാം കഴിഞ്ഞു, ഫ്രൈ എല്ലാം കഴിഞ്ഞ്. ഫ്രൈ ഇല്ലാന്ന് സങ്കടമായിട്ടാണ്. എന്താ പറയുക, നമ്മൾ അതെല്ലാം വിചാരിച്ചിട്ടാണല്ലോ വന്നത്. അപ്പം ചേച്ചി പറഞ്ഞു ഇവിടെ ചെമ്മീനുണ്ട്, അത് മതിയോ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഓക്കേ എന്നെല്ലാം പറഞ്ഞിട്ടാ. അങ്ങനെ ചെമ്മീന്, പിന്നെ ബാക്കി സാധനമെല്ലാം സാധാരണ സദ്യേൻ്റെ സാധനം കേട്ടോ. അതിൻ്റെ ഒന്നും ഓരോന്നിൻ്റെ പേരൊന്നും പറയാൻ എനിക്കറിയില്ല ഗൈസ്, എനിക്ക് കഴിക്കാൻ മാത്രമേ അറിയൂ. അങ്ങനെ പിന്നെ ചെമ്മീൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട്, അതിൻ്റെ മസാലയും കറിയെല്ലാം അടിപൊളിയായിട്ട്, ഒന്നും പറയാനും. ബാക്കി ഫ്രൈയും കൂടിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലേറെ സന്തോഷമാകുന്നുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ നമുക്ക് നല്ല വിശപ്പുണ്ടായതുകൊണ്ട് എല്ലാം പടപടേന്ന് കഴിച്ചിട്ട്, ഓള് പിന്നെ ഫോണിൽ കളിച്ചിട്ട് അങ്ങനെ ഇതാക്കി കേട്ടോ. പിന്നെ അതിൻ്റെയൊക്കെ പായസം ഉണ്ടായിരുന്നു കേട്ടോ. പായസം പറയാനില്ല, ഒടുക്കത്തെ ടേസ്റ്റാണ്. പിന്നെ ആ റീല് ഈ ഒരു സോഡ മെയിൻ പറയുന്നുണ്ടായി കേട്ടോ. എനിക്കങ്ങനെ വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, അതായത് ഒരാൾക്കൊരു ഇതാണല്ലോ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ അജ്ഫാൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. ആടെ പിന്നെ കയറി നോക്കി കയറാതിക്കില്ല ആരായാലും. അത് കയറി ചെറിയൊരു പർച്ചേസും ചെയ്ത് അതൊക്കെ കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ നാളെ കാണാം. ബൈ.